ഗുരുവായൂരപ്പ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിർത്തുമ്പോൾ ഭീഷ്മരുടെ സ്തുതിയും ഭീഷ്മരുടെ സ്വർഗാരോഹണവും പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതിനുശേഷം ആചാര്യൻ ഏകദേശം 8 അധ്യായങ്ങളിപ്പോൾ വായിച്ചു. ഭഗവാന്റെ ദ്വാരകയിലേക്കുള്ള തിരിച്ചുപോക്ക്, അതിനുശേഷം ദ്വാരകാവാസികൾ ഭഗവാനെ സ്വീകരിക്കുന്നത്, ഭഗവാൻ ദ്വാരകാപുരിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വർണ്ണന, പരീക്ഷത്തിൻ്റെ ജന്മം, അതിനോടനുബന്ധിച്ചുള്ള ജന്മോത്സവം, വിതുരൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് ധൃതരാഷ്ട്രർ ഗാന്ധാരിയോടൊപ്പം വനത്തിലേക്ക് പോയി ശരീരത്തെ ത്യജിക്കുന്നു. പ്രഭാസത്തിൽ വെച്ചിട്ട് വിതുരൻ്റെ ശരീരത്യാഗം, യുധിഷ്ഠിരനിവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ അനവധി ദുശ്ശകുനങ്ങൾ കാണുന്നു. എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അർജുനൻ ആ സമയത്ത് ദ്വാരകയിലാണ്. അർജുനൻ തിരിച്ചു വരണം. അവൻ എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് കരയണം. വന്നിട്ട് മനുഷ്യവേഷം കെട്ടി സുഹൃത്തിൻ്റെ രൂപത്തിൽ തോളത്ത് കഴിയിട്ട് നടന്നിട്ട് ആ പരബ്രഹ്മം എന്നെ വഞ്ചിച്ചു, തിരിച്ചറിയാൻ പറ്റാതെ പോയ, കൂടെ നടന്നിട്ടും ഭഗവാൻ കൂടെ നടന്നിട്ടും തിരിച്ചറിയാൻ പറ്റാതെ പോയ ഒരാളുടെ ആത്മവിലാപമാണ് ശരിക്കും അർജുനൻ്റെ ആ ദുഃഖം. അതിനെ പറയുന്നു. പാണ്ഡവന്മാർ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് മനസ്സ് തകർന്ന് ദ്രൗപദിയോടൊപ്പം മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടുന്നു. ധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള യുധിഷ്ഠിരൻ മാത്രം ആ സതോപാന്തിലെ സത്യപഥം എന്ന് പേരുള്ള ആ വലിയ സ്വർഗത്തിലേക്കുള്ള 7 പടവുകൾ കയറി സ്വർഗാരോഹണത്തെ ചെയ്യണു. ബാക്കിയുള്ളവരൊക്കെ ശരീരത്തിൽ ഉപേക്ഷിക്കുന്നു. പരീക്ഷത്തിൻ്റെ രാജ്യലാഭം, ദിഗ്വിജയം, പിന്നെ ഭൂമിയും ധർമ്മവും തമ്മിലുള്ള സംവാദം, അതിനുശേഷം കലിയെ നിഗ്രഹിക്കാനായിട്ടുള്ള പരീക്ഷത്തിൻ്റെ ഉദ്യമം, കലിയെ കൊല്ലാതെ വിടുന്നത്, പരീക്ഷത്തിന് മുനികുമാരൻ്റെ ശാപം കിട്ടുന്നത് വരെയാണ് ഇപ്പോൾ വായിച്ച് നിർത്തിയിട്ടുള്ളത്. ഞാൻ എന്തിനാണ് ഈ സംക്ഷിപ്ത ആദ്യം പറഞ്ഞു വെച്ചാൽ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രഭാഷണത്തിൻ്റെ കോർ ഭാഗം കഴിഞ്ഞു. ബാക്കി നമുക്ക് ഇഷ്ടംമാതിരി എടുക്കാം. എനിക്ക് 11:04 വരെ സമയം, 45 മിനിറ്റ്. നമുക്കൊന്ന് കുറച്ച് പുറകിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പന് എന്തോ ഒരു അതൃപ്തി, കുറച്ചുകൂടെ ഒന്ന് പറയണമായിരുന്നു. നേരത്തെ ഒരു കാര്യം വെറും മൂപ്പർക്ക് ചില വാക്കുകളോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഞാൻ നേരത്തെ ഇത്തം ഭൂതഗുണോ ഹരി എന്ന് മാത്രം പറഞ്ഞിട്ട് പോയത് മൂപ്പർക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അത് കുറച്ചുകൂടെ പറയണമെന്നാണ് പറഞ്ഞു. ആത്മാരാമശ്ച മുനിയോ നിർഗ്രന്ഥ അപ്യരുക്രമേ കുർവന്ത്യഹേതുകീം ഭക്തിമിത്തം ഭൂതഗുണോ ഹരി. ഞാൻ നേരത്തെ പറഞ്ഞു ഭൂതഗുണോ ഹരി എന്ന് പറഞ്ഞാലും സർവാശ്ചര്യമയ അച്യുത എന്നൊക്കെ പറഞ്ഞാലും മന്ത്രങ്ങളാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇതിലെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ശൗനകൻ ചോദിക്കുക, ഈ ശുകദേവൻ എന്ന് പറയുന്ന ആൾ ബ്രഹ്മബോധത്തിൽ അധിഷ്ഠിതനായിട്ടുള്ള ആൾ, അദ്ദേഹത്തിന് ആത്മാരാമൻ എന്ന് വിളിച്ച അങ്ങേരാണ് ആത്മാരാമൻ. ആത്മാവിൽ രമിക്കുന്നവൻ ആത്മാരാമൻ, അവനവൻ്റെ ആത്മാവിൽ. അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് ഈ 18,000 ശ്ലോകമുള്ള പദ്യങ്ങളടങ്ങിയ സംഹിത, ഈ ഭാഗവത സംഹിത എങ്ങനെ പഠിക്കാനിടയായി എന്ന് ചോദിച്ചു. അതിൻ്റെ ഒരു കഥ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടാണ് പോയത്. ബാക്കി ഞാൻ പറഞ്ഞില്ല. ആ പറയാത്തതാണ് ഇപ്പോൾ പറയണത്. കുളിക്കാൻ പോകുമ്പോൾ ബർഹാവേടം കേട്ടു, തിരിച്ചു വരുമ്പോൾ പൂതനയുടെ കാര്യം കേട്ടിട്ടാണല്ലോ പഠിക്കാൻ പോയത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ, നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതിനുത്തരമായിട്ട് സൂതമുനി പറയണതാണ് ഈ ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ പ്യരുക്രമേ കുർവന്ത്യഹേതുകീം ഭക്തിമിത്തം ഭൂതഗുണോഹരി. ഇത്തം ഭൂതഗുണോഹരി, ആ ഒരൊറ്റ വാചകം അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ്, അതിൽ അനവധി അർത്ഥങ്ങളുണ്ട്. ശുഗൻ ഭഗവാന്റെ ഗുണങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് ഇത് പഠിച്ചത്. ഈ ഗുണം തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ കീർത്തിക്കുന്നത്. ഗുണത്തിനെ കീർത്തിക്കാൻ പറ്റുള്ളൂ, ഭഗവാനെ കീർത്തിക്കാൻ നമുക്ക് സാധിക്കില്ല. നിനക്ക് ആ ഗുണമുണ്ട്, ഈ ഗുണമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ. അതിനെ നമുക്ക് പറയാൻ പറ്റില്ല, അറിയാനും പറ്റില്ല. അതിനൊരു കഥയുണ്ട്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു കഥയാണ്. ചൈതന്യ മഹാപ്രഭു ബംഗാളിൽ ഈ വൈഷ്ണവധർമ്മം സ്ഥാപിക്കുന്ന കാലത്ത്, ഇന്ന് അദ്ദേഹം പഠിപ്പിച്ചൊന്നുമല്ല പഠിപ്പിക്കുന്ന ആൾക്കാർ, അതിനൊക്കെ തലതിരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു മഹാപണ്ഡിതൻ ആ കാലത്തുണ്ടായിരുന്നു, സാർവഭൗമൻ ആചാര്യൻ. സാർവഭൗമൻ്റെ അടുത്തു നിന്നാണ് അദ്ദേഹം ബ്രഹ്മസൂത്രം പഠിച്ചത്. ബ്രഹ്മസൂത്രം മാത്രമല്ല, ശങ്കരാചാര്യരുടെ ഭാഷയും അവിടെ നിന്നാണ് പഠിക്കുന്നത്. ഇന്നിപ്പോൾ ശങ്കരാചാര്യർ ശത്രുവാണ് പറഞ്ഞത്, പക്ഷെ അന്ന് ശത്രുവല്ല. ചൈതന്യ മഹാപ്രഭുവിന് ഒരു ശത്രുത ഉണ്ടായിരുന്നില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ദിവ്യപുരുഷൻ തന്നെയായിരുന്നു, യാതൊരു സംശയമില്ല. അപ്പോൾ സാർവഭൗമൻ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോണ്ട്. സാർവഭൗമൻ പഠിപ്പിക്കുകയാണ്,
ചൈതന്യം കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപണ്ഡിതനാണ്. ഈ പാണ്ഡിത്യമൊക്കെ എടുത്ത് സൈഡിലിട്ടിട്ട് നാമം മാത്രം കയ്യിൽ പിടിച്ചാണ്. അതായത് അതിൻ്റെ മറുകര കണ്ടിട്ടാണത് കളഞ്ഞത്, അല്ലാണ്ട് ഒന്നും അറിയാണ്ട് നാമം മാത്രം മതി എന്ന് പറഞ്ഞു വന്ന ആളല്ല അദ്ദേഹം. ഇത് മുഴുവൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ സർവ്വം ചോദിച്ചു, അല്ല ഞാനീ പറയണതൊക്കെ അങ്ങേക്ക് മനസ്സിലാവുണ്ടോ? നമ്മൾ ഈ നിർവികാരരായിട്ട് ചിലരിയ്ക്കും, അങ്ങനെ ഇരിക്കും. നമുക്ക് ഈ മനസ്സിലാവുണ്ടാവും. ഇത് ഗണപതിയെ പോലെയാണെങ്കിൽ പറയാൻ പറ്റില്ല, ഗണപതി അങ്ങനെയാണ് ഇരിക്കുക. പക്ഷെ എന്താ, ഞാൻ രാവിലെ പറഞ്ഞു ശുദ്ധ ബുദ്ധിയ. അപ്പോൾ മനസ്സിലാവുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു റിയാക്ഷനും ഇല്ല, അപ്പോഴും അങ്ങനെ ഇരിക്കുക. അല്ല, ഈ ശാങ്കരഭാഷ്യം ബ്രഹ്മസൂത്രത്തിൻ്റെ കുറച്ച് കട്ടി തന്നെയാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അത് അത്ര എളുപ്പം മനസ്സിലാവുന്നുണ്ട് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സംശയവും ചോദിക്കുന്നില്ല, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് ബ്രഹ്മസൂത്രം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ശാങ്കരഭാഷ അത്ര എളുപ്പമായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് ഇത്ര ദിവസം ഇത് പറഞ്ഞില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാനിത് എടുക്കില്ലല്ലോ പഠിപ്പിക്കാൻ. ഇത്രയും ദിവസം ഞാൻ ശാങ്കരഭാഷ്യം പഠിപ്പിച്ച് സമയം കളഞ്ഞു, ഇത് നേരത്തെ പറയായിരുന്നു. അങ്ങയോട് ഞാൻ വളരെ വിനയമായിട്ട് ഒരു കാര്യം പറയട്ടെ മഹാപ്രഭു, ശങ്കരൻ്റെ ഭാഷ്യത്തിൻ്റെ മുകളിലൊരു ഭാഷ്യമില്ല, ഇതാണ് ഏറ്റവും വലിയ, വിസ്തൃതമായിട്ട് വേറെ ആർക്കും ഇത് എഴുതാൻ പറ്റില്ല എന്ന്. അപ്പോൾ ചൈതന്യം പറയുക, ബ്രഹ്മസൂത്രത്തിന് വ്യാസൻ തന്നെ ഒരു ഭാഷ്യം എഴുതിയിട്ടുണ്ട്, അതാണ് അതിൽ ഏറ്റവും ഉത്തമം. വ്യാസൻ തന്നെ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയിട്ടുണ്ടോ? അതേതാ എന്ന് ചോദിച്ചു. അപ്പോൾ ചൈതന്യം പറഞ്ഞു, ഭാഗവതമാണ് ചൈതന്യൻ വ്യാസമഹർഷി എഴുതിയിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള. അപ്പോൾ പണ്ട് ബ്രഹ്മസൂത്രം ലഘുവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വ്യാസൻ എഴുതിയിട്ടുള്ളതാണ് ഭാഗവതം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മത്തെ പറ്റിയിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ അതായത് അങ്ങയുടെ അഭിപ്രായം എന്താ ബ്രഹ്മത്തെ പറ്റി ചോദിച്ചപ്പോൾ ഈ ആത്മാരാമശ്ച എന്ന് പറഞ്ഞിട്ട് ഈ ശ്ലോകം കൂടി ചെല്ലിന്ന് ചൈതന്യം, ഇത്തം ഭൂതഗുണോ ഹരി എന്ന് പറഞ്ഞു. അവസാനിപ്പിച്ചിട്ട് അങ്ങ് അതിൻ്റെ അർത്ഥം പറയുമെന്ന് ചൈതന്യം പറഞ്ഞപ്പോൾ സാർവഭൗമൻ 9 തരത്തിൽ അർത്ഥം പറഞ്ഞു അത്രേ ആ ഇത്തം ഭൂതഗുണോ ഹരി. ചൈതന്യൻ 18 തരത്തിൽ അർത്ഥം പറഞ്ഞു എന്നാണ്. ആ 18 അർത്ഥവും നഷ്ടപ്പെട്ടു പോയി, ആരും എവിടെ എഴുതി വെച്ചില്ല. അതുകൊണ്ട് നമുക്കിന്ന് അത് എന്നേക്കായിട്ട് നഷ്ടപ്പെട്ടു പോയി. അനവധി എന്താ പറയുക, ആചാര്യന്മാർ ഇതിന് അർത്ഥം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം പോലെ തന്നെ വ്യാഖ്യാനിക്കാവുന്ന, വിഷ്ണു സഹസ്രനാമം മുഴുവൻ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഈ ആത്മാരാമശ്ച തൊട്ടിട്ട് ഇത്തം ഭൂതഗുണവരി വരെ ഇഷ്ടംമാതിരി ഇരുന്നിട്ട് പ്രഭാഷണം നടത്തി വ്യാഖ്യാനിക്കാനും പറ്റും. അതായത് ഭഗവാനെ ഏകദേശം പറഞ്ഞിട്ടുള്ള ഈ 18 അർത്ഥങ്ങളിൽ ഒരു 15 എണ്ണം ഊഹിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ദ്വാരകയിലേക്കുള്ള ഭഗവാന്റെ പ്രവേശനം പറയാം. കാരണം ഭഗവാൻ ആരാന്ന് എന്തെങ്കിലും കോടിയിലൊരു അംശമെങ്കിലും അകത്തേക്ക് കയറ്റിയിട്ട് വേണം ഭഗവാന്റെ ഒപ്പം ദ്വാരകയുടെ അകത്തേക്ക് കയറാൻ. ദ്വാരക നമ്മുടെ ശരീരമാണ്. 9 ദ്വാരങ്ങളുള്ള നവദ്വാരമായിട്ടുള്ള നമ്മുടെ ശരീരമാണ് ദ്വാരക എന്ന് പറയുന്നത്. ദ്വാരകയുടെ പ്രളയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുങ്ങിക്കുളിയാണ്. നമ്മൾ മുങ്ങിക്കുളിക്കുമ്പോൾ 9 ദ്വാരങ്ങളും സേചനം ചെയ്യപ്പെടുന്നതാണ്. ആ പുണ്യതീർത്ഥം ഒരു അവഭൃത സ്നാനമാണ് ശരിക്കും സംഭവിക്കണം. മോക്ഷം കിട്ടുമ്പോൾ പരമാത്മാവ് ശരീരം വിടുന്നതിന് മുമ്പ് അതിന് അവഭൃതം സംഭവിച്ചിരിക്കണം. അതാണ് ദ്വാരക കടലിൽ പോകുന്നതൊക്കെ ശരിക്കും. അതിൻ്റെ ഒരു ടെക്നോളജിക്കൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരിക്കലും ഒരു ഈക്വലായിട്ട് കാണാൻ പറ്റാത്തൊരു സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ദുബായിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം, ജബൽ അലി പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിലൊന്നാണ്. ഏറ്റവും വലിയ പോർട്ടുകൾ, അനവധി ഡോക്കുകളും ഒക്കെ ഉള്ളതാണ്. അതിനു പോലും ഇല്ല 92 ഡോക്കുകൾ. ഭഗവാൻ 92 ഡോക്കുകൾ കപ്പൽ കയറ്റിയിടാൻ പറ്റുന്ന ഒരു ദ്വീപിനെയാണ് കടൽ നികത്തി ഉണ്ടാക്കിയെടുത്തത്. നമ്മളിവിടെ പാംജുമേറ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം പറഞ്ഞു, കടൽ നികത്തിയിട്ട്. ദ്വാരകയുടെ വലിപ്പം അതിനേക്കാളും എത്രയോ ഇരട്ടിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്നത്തെ എഞ്ചിനീയറിങ് എത്രമാത്രം ഗംഭീരമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് എന്താ വെച്ചാൽ മനുഷ്യൻ എന്തുണ്ടാക്കിയാലും ഞാനിതുണ്ടാക്കി ഇനി ഇതിവിടെ കാലാകാലം നിൽക്കുന്ന പറയാം. ഭഗവാൻ അത് ചെയ്തില്ല. ഭഗവാൻ അതിൻ്റെ കാലത്തിൻ്റെ ഗതി എന്താണെന്ന് അറിയുന്നതുകൊണ്ട് അതിനൊരു പ്രിസ്ക്രിപ്ഷനിൽ ഒരു എക്സ്പയറി ഡേറ്റ് എഴുതി വെച്ചു. ഇത് ഞാൻ പോയാൽ പോവും. അതാണ് ഏത് നിർമ്മിതിയും ഏത് പ്രയത്നവും നമ്മൾ ചെയ്യുമ്പോൾ ഈ ബോധം വേണം. ഇത് ഭഗവാന്റെ അവസാനത്തെ ദ്വാരകാപ്രവേശം ശരിക്കും. ഇതിനു മുൻപൊക്കെ എത്രയോ തവണ അദ്ദേഹം പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണയുള്ള ഈ വരവ് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വണ്ണമുള്ളൊരു പപ്പടം. കാരണം അശ്വമേധം കഴിഞ്ഞിട്ട് 1.5 കൊല്ലം ഭഗവാൻ പാണ്ഡവന്മാരുടെ കൂടെ താമസിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയതാ. പിന്നെ അവർ കണ്ടിട്ടില്ല. അർജുനൻ മാത്രമാണ് ഭഗവാനെ കണ്ടിട്ടുള്ളത്. അപ്പം 15 അർത്ഥങ്ങൾ പറയാം.
വേഗത്തിലാണ് പറഞ്ഞാൽ മനസ്സിരുത്തി ഗുരുവായൂരപ്പനെ മനസ്സ് നന്നായി വിചാരിച്ച് വെക്കുക. ആകർഷണം ചെയ്യുന്നവൻ ഒരർത്ഥം, സ്നേഹിക്കുന്നവന് രണ്ടാമത്തെ അർത്ഥം, സ്നേഹം ആവശ്യപ്പെടുന്നവന് മൂന്നാമത്തെ അർത്ഥം. അറിയാമല്ലോ ഗുരുവായൂരപ്പൻ്റെ സ്വഭാവം. ഭക്തനെ അന്വേഷിച്ച് വരണവന് നാലാമത്തെ അർത്ഥം. ഭക്തനെ അന്വേഷിക്കണമല്ല, ഭക്തനെ അന്വേഷിച്ച് വരുന്നവൻ. ഞാൻ സാധാരണ പറയാറുണ്ട് ഗോഡ് നെവർ ഫെയിൽസ് എന്ന് പറയും. പണ്ട് ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ തമാശക്ക് പറയും പെർഹാപ്സ് ഹി ഹാസിൻറ്റ് അപ്പിയർഡ് ഫോർ ദ ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാം. പക്ഷേ ഗോഡ് ഫെയിൽസ്. രണ്ട് കാര്യത്തിൽ ഭഗവാൻ ഫെയിലിയറാണ്, ടോട്ടൽ ഫെയിലിയറാണ്. ഒന്ന്, ഭഗവാന് മറവിയില്ല, ഭഗവാൻ ഒന്നും മറക്കാൻ പറ്റില്ല. ഞാനതുകൊണ്ട് ശിവക്ഷേത്രങ്ങളിൽ ദക്ഷയാഗം കഥകളി നടത്തരുത് പറയാറുണ്ട്. എന്തിനാ ഭഗവാനെ വെറുതെ മനസ്സ് വേദനിപ്പിക്കുന്നത്? മഹാദേവൻ്റെ മനസ്സിനിട്ട് കുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദക്ഷയാഗം കളി കഴിയുന്നത് നടത്തരുതെന്ന് തമാശയായിട്ട് പറയാറുണ്ട്. മറവിയില്ല. ഭഗവാൻ നരസിംഹമായി കോപം കൊണ്ട് ഭഗവാൻ നമ്മളെ മാതിരി അത് അന്നല്ലേ ഞാൻ ചൂടായത്, ഞാൻ ശരിക്കും ശാന്തനായിട്ട് ഒരാളാണെന്ന് പറഞ്ഞാൽ നരസിംഹ വലിയ പ്രപഞ്ചത്തിൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് നരസിംഹമേന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നത്. ഇതിലും വലിയൊരു പരാജയം ഭഗവാനുണ്ട്. അതെന്താ അറിയും? ഭഗവാന് തന്നെ ഭക്തനിൽ നിന്ന് വേർപെടുത്താനുള്ള കഴിവില്ല. ഭഗവാൻ ടോട്ടൽ ഫെയിലിയറാണ് ആ കാര്യത്തിൽ. ഭഗവാനെ സ്നേഹിക്കണവനിൽ നിന്ന് മനുഷ്യന് പോലും സ്നേഹിക്കണവരിൽ നിന്ന് അടർന്നു മാറി പോകാൻ സാധിക്കും. ഭഗവാന് സാധിക്കില്ല. ഭഗവാൻ ഒരിക്കലും സാധിക്കില്ല. അഹം ഭക്തപരാധീന എന്ന് പറയാൻ കാരണമാണ്. അപ്പോൾ ഭക്തനെ അന്വേഷിച്ച് പോകുന്നവനാണ്. മാത്രമല്ല, ഒരു സാധനയും ചെയ്യാത്തവന് സാധനയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടണമാണ്. ഒരു സാധനയും ചെയ്യാത്തവന് പോലും പ്രാപ്യനാണ്. എല്ലാം നടത്തുന്നവൻ കർത്താവാണെങ്കിലും അകർത്താവാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അർജുനോട് പറഞ്ഞിട്ടുണ്ട്. നിഷ്കാമമായിട്ട് ചെയ്യുന്നവനാണ്, നിഷ്കാമമാക്കി തീർക്കുന്നവനുമാണ്. പിന്നെ തൻ്റെ തന്നെ സ്വസ്വരൂപത്തിനെ അറിയണവന് സമസ്ത ഫലത്തിനെയും കൊടുക്കണവനാണ്. എന്തൊരു ഫലം കിട്ടേണ്ടതെന്ന് വെച്ചാൽ അവനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫലം. അത് കൊടുക്കുന്നവനാണ്. ഒമ്പതാമത്തെ അർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥ കേട്ടാൽ കർമ്മബന്ധം നശിക്കുന്നു. വാസന വറുത്ത വിത്തുമാതിരി ആക്കണം പരീക്ഷിച്ചതെന്നാണ് ശുഗമഹർഷി കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പോണത്. ഇല്ലെങ്കിൽ അത് കിടന്ന് മുളയ്ക്കും. അനുകൂല സാഹചര്യം വന്നാൽ എന്ത് മനസ്സടങ്ങിയവനും 10 പേര് കാണുന്നില്ല ഉറപ്പ് വരുത്തിയാൽ അവൻ്റെ വാസന പുറത്തു വന്നിരിക്കും. അതുകൊണ്ട് വാസനയെ വറുത്ത വിത്താക്കിയിട്ടിടണം, അതൊരിക്കലും മുളയ്ക്കാതിരിക്കാൻ എന്ന് പറയണം. 10ാമത്തത് പറയണു, ഭക്തൻ്റെ സുഖം മാത്രമാണ് ഭഗവാന്റെ ആഗ്രഹം. ഭഗവാൻ തൻ്റെ സുഖം ഗുരുവായൂരപ്പൻ ഒന്നും തനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചിട്ടില്ല. ജീവിതം മുഴുവൻ മനുഷ്യനായിട്ട് ഇവിടെ നടന്നപ്പോഴും അല്ലെങ്കിലും ആ പരമാത്മാവിന് തൻ്റെ സുഖം എന്നൊന്നില്ല. മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരിൽ 11ാമത്തെ ഇത്തം ഭൂതഗുണോഹരി എന്നുള്ളതിന് 11ാമത്തെ അർത്ഥം പറയണം, മറ്റുള്ളവരിൽ നമുക്ക് പ്രണയം ഉണ്ടാക്കണമെന്ന്, സ്നേഹം. അതായത് ഭഗവാനെ നമ്മൾ അവരിലും കാണണം. എല്ലാവരും രാവിലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരെയും ഞാൻ ഗുരുവായൂരപ്പനായിട്ട് കണ്ട് നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ പറയുന്നതിൻ്റെ സങ്കല്പം കൊണ്ട് തന്നെ നമ്മൾ 2 കൂട്ടരുടെയും മനസ്സിൽ ഭഗവാൻ വരും. നമ്മൾ സച്ചിന്മയായിട്ട് തീരും. അങ്ങനെ വരുമ്പം ഭഗവാനെയാണ് നമ്മൾ സ്നേഹിക്കണമെങ്കിൽ സകല വസ്തുക്കളെയും സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുകയല്ലേ. അതിലും പ്രാക്ടിക്കലായിട്ടുള്ള തമാശകളുണ്ട്. നമ്മൾ പറയാറുണ്ട്, കൊത്താൻ വരുന്ന പാമ്പാകണ ബ്രഹ്മത്തിനെ വടിയാകണ ബ്രഹ്മം എടുത്തിട്ട് ജീവൻ വേണമെങ്കിൽ നമ്മളാകണ ബ്രഹ്മം അടിച്ചു കൊന്നോളാം. അതാണ് പ്രായോഗിക വേദാന്തം. അതും മനസ്സിൽ കളയരുത്. അല്ലാണ്ട് ബ്രഹ്മല്ലേ കൊത്തിക്കോട്ടെ ഇവർ നിന്ന് കൊടുക്കരുത്. മനസ്സിലായി? അപ്പോൾ ഭക്തൻ്റെ സുഖത്തെ ഇച്ഛിക്കണം, അന്യരിൽ സുഖം ഉണ്ടാക്കണം. 12ാമത്തെ പറഞ്ഞത് സ്വയം ജീവനും ജഗത്തുമായിട്ടിരിക്കണം. ജീവൻ അതിൻ്റെ അകത്തിരിക്കണത് പുറത്ത് കാണാനായിട്ടുള്ള ജഗത്തായിട്ടും അത് തന്നെ ഇരിക്കണം. 13ാമത്തെ അവനവൻ്റെ ലീലയ്ക്ക് വേണ്ടിയിട്ട് താൻ ആഗ്രഹിക്കുന്ന തൻ്റേതായിട്ടുള്ള കളികളുണ്ട് അദ്ദേഹത്തിൻ്റെ, അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പരിമിതനാകാൻ സാധിക്കണമെന്ന്, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ശരീരത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിക്കണോണ്ടും അദ്ദേഹം ഇത്തം ഭൂതഗുണോ ഹരിഹി, ഭഗവാനെ അത് സാധിക്കുള്ളൂ. ഒരു മായാരൂപം എടുക്കുകയാണ്. ഉണ്ണിയുടെ രൂപം എടുത്തു, അത് കഴിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ്റെ രൂപം എടുത്തു, അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മധ്യവയസ്കൻ്റെ രൂപം എടുത്തു. അങ്ങനെ പറയണ്ട. ഒരാൾ വളർന്നു എന്ന് പറയുന്നത് നമ്മൾ പോലും ഒരാളല്ല, ജനിച്ച ആളല്ല. നമ്മുടെ ശരീരത്തിലൊരു ഇൻഫർമേഷൻ, നമ്മളൊക്കെ ജനിതകമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ്റെ പാക്കറ്റ് മാത്രമാണ്. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയ ഒരു ജനിതക ഇൻഫർമേഷനാണ്. 6ാം മാസത്തിൽ ഇവിടെ പൊട്ടും ഇവിടെയും പൊട്ട് തൊട്ട് കിടക്കണം നമ്മളെ കാണിച്ച് ഇത് ഞാനാണെന്ന് പറയണ മണ്ടത്തരത്തിൽ കവിഞ്ഞിട്ട് വേറെ ഒന്നും ഈ ലോകത്തില്ല. അതാണ് ഏറ്റവും വലിയ മായ. ഇപ്പോൾ ഈ ശരീരം നാളെ മാറും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷനാണ്. അപ്പോൾ ഭഗവാനും
അതേ ജനിതകമായിട്ടുള്ള പരിമിതികളുടെ അകത്തേക്ക് ഒതുങ്ങിക്കൂടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഭഗവാൻ ഒരു പാൽക്കാരൻ്റെ കഥയൊക്കെ ഉണ്ട്, സമയമില്ല പറയാൻ ശരിക്ക്. അദ്ദേഹത്തിൻ്റെ തൈര് കുടത്തിൻ്റെ അദ്ദേഹം സ്ഥിരം 19 വയസ്സുള്ള ആളാണ്. നന്ദഗോപരുടെ എന്താ പറയുക, ആ ഗ്രാമത്തിൽ തന്നെയുള്ള ആളായിരുന്നു. മധുരയിലേക്ക് ദിവസം പാലും തൈരും വിൽക്കാൻ പോയിട്ട് വരും. ആ വിൽക്കാൻ പോയിട്ട് വരുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്. രാവിലെ നേരത്തെ പോകുമ്പോൾ നന്ദഗോപരുടെ വീട്ടിൻ്റെ ആ തിണ്ണയിലുണ്ട് ഒരു ചെറിയൊരാൾ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഒരു മരതക കഷ്ണം പോലെയുണ്ട്. ഇതാണല്ലേ നന്ദഗോപൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് നോക്കി. അതിൻ്റെ കണ്ണെടുക്കാൻ തോന്നിയില്ല. ആ തൈര് വട്ടിയൊക്കെ അവിടെ താഴെ വെച്ചിട്ട് കുറച്ച് വെണ്ണ എടുത്തിട്ട് കൊടുത്തു. വളരെ സന്തോഷത്തോടെ ചിരിച്ചിട്ട് ആ മുട്ടുകുത്തി അകത്തേക്കും പോയി. ഒന്നും മിണ്ടിയില്ല. പക്ഷെ പിറ്റേ ദിവസം കറക്റ്റ് സമയത്ത് അയാൾ കടക്കുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ 6 മാസക്കാലം നിരന്തരമായിട്ട് ഭഗവാൻ വെണ്ണ വാങ്ങിയുള്ളത്. ഭഗവാൻ ഏകദേശം 1 വയസ്സായപ്പോൾ ഒരു ദിവസം അദ്ദേഹം മധുരയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ക്ഷീണം കൊണ്ട് ഒരു ഭാണ്ഡീരം എന്ന് പറഞ്ഞൊരു മരമുണ്ട് അവിടെ. അതിൻ്റെ താഴെ വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. 84 വയസ്സായി. 5 വയസ്സിൽ പാലും തൈരും വെക്കാൻ തുടങ്ങിയതാണ്. ഇന്ന് വരെയും അധ്വാനം ഒഴിഞ്ഞിട്ടില്ല. നമ്മൾ സെക്യൂരിറ്റി ഓഫീസർമാരെയൊക്കെ കാണാറില്ലേ, ഞാൻ എപ്പോഴും വിചാരിക്കും ആ പ്രായത്തിലൊക്കെ അവരിരുന്ന് കഷ്ടപ്പെടണം കാണുമ്പോൾ ഈ ഇദ്ദേഹത്തിനെ ഞാൻ ഓർക്കാറുണ്ട്. അങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ മക്കളോ ആരും സഹായത്തിനില്ല, ഈശ്വരൻ മാത്രം തുണ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ആളനക്കം കണ്ടു. ഒരു പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണു. കഷ്ടി നടക്കാറായിട്ടുണ്ട്, പിടിച്ച് നിൽക്കുകയാണ് ഭാണ്ഡീരത്തിൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പോൾ കൊഞ്ചിട്ട് പറഞ്ഞു അത്രേ, അമ്മ അടിക്കാൻ വരേണ്ട എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കുന്നു. അവർ ഞാൻ എവിടെയാണ് നിന്നെ ഒളിപ്പിക്കുക എന്ന് പറഞ്ഞു. എന്നെ തൈരുക്കുടത്തിൽ ഒളിപ്പിക്കുക പറഞ്ഞു. നീ എങ്ങനെ ഈ തൈരുക്കുടത്തിൽ കയറുക, ഇത് ഇത്ര ചെറുതല്ലേ, നീ അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ പറഞ്ഞു. എന്നെ അതിൽ കയറ്റി നോക്കുക പറഞ്ഞു. ആ തൈര് മറ്റേ പാത്രത്തേക്ക് മാറ്റാൻ പറഞ്ഞു. ബാക്കി കുറച്ച് തൈരാണ്, അത് കാല് മാറ്റി ആ ഒഴിഞ്ഞ പാത്രത്തിൻ്റെ അകത്തേക്ക് കാല് വെച്ച് കയറി ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ കയറി കടന്നു. ഇദ്ദേഹം വിറച്ചു പോയി. ഒരു ഏകദേശം ഇത്രയും വലിപ്പമുള്ളൊരു കുട്ടി ഒരു തൈര് കുടത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കിടക്കണം കണ്ടപ്പോൾ ഇതെന്ത് വസ്തു എന്ന് വിചാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം ഉണ്ടായത്ര. കാരണം ഭഗവാൻ എന്തിരിക്കും ചുരുക്കാനും എന്തിരിക്കും വളരാനും സാധിക്കും. ഗുരുവായൂരപ്പനെ കുറിച്ചിട്ടൊരു കഥയുണ്ട്. പണ്ട് രാജു താത്ത എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ, അദ്ദേഹം ഈ യൂട്യൂബിലൊക്കെ പണ്ടൊക്കെ ഒരു ബ്ലോഗൊക്കെ വരും. രാമാനുജൻ സാറ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നാരദ മഹർഷി ഒരിക്കൽ ചോദിച്ചു അത്രേ, ഗുരുവായൂർ ഒരു പ്രമാണിയുണ്ട്. ഇത് ഗുരുവായൂരത്തെ കഥയായിട്ടാണ്, അല്ലാണ്ട് വിഷ്ണുവിൻ്റെ കഥയെ ഗുരുവായൂരപ്പൻ്റെ കഥയാക്കി മാറ്റിയല്ല. ഗുരുവായൂർ ഒരു പ്രമാണിയുണ്ട്, അയാളൊരു വലിയ അമ്പലമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അതിൽ നിത്യം ഭയങ്കര വിശിഷ്ട ദ്രവ്യങ്ങളോടുകൂടി പൂജ, പുരോഹിതന്മാരെയൊക്കെ പുറത്തുനിന്ന് വിളിച്ചു വരുത്തിയിട്ട് പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പുറത്തൊരു ചെരുപ്പ് കുത്തിയുണ്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട്. അയാൾ വരണപ്പോൾ ഭക്തരുടെ ചെരുപ്പൊക്കെ തുന്നി കൊടുക്കുന്ന ആളിന് അയാൾ ഏത് നേരവും നാമം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലാരാണ് അങ്ങേ അറിഞ്ഞവൻ എന്ന് ചോദിച്ചു അത്ര. അപ്പോൾ പറഞ്ഞു നാരദൻ്റെ അടുത്ത്, അത് വളരെ എളുപ്പമല്ലേ, നീ അവർ രണ്ടുപേരെടുത്തും പോയിട്ട് എന്നെ കണ്ടു എന്ന് പറ. അപ്പോൾ അവർ ചോദിക്കും, അതെയോ, അപ്പോൾ ഭഗവാൻ എന്താ ഇപ്പോൾ ചെയ്യണേ എന്ന് ചോദിക്കും അത്രേ. അപ്പോൾ പറയുക, ഭഗവാൻ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൂചിയുടെ ഓട്ടയിൽ കൂടെ ഒരു ആനയെ കടത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ. ഗുരുവായൂരപ്പൻ എന്താ ചെയ്യണം ഇപ്പോൾ എന്ന് ചോദിച്ചാൽ സൂചിയുടെ ഇടയിൽ കൂടെ ആനയെ കടത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാരദൻ ആകെ കൺഫ്യൂഷനായി. ഇതിപ്പോൾ എന്താ പറയണോ വേണ്ടയോ, നീ കളിയാക്കുമെന്നും അറിയില്ല. ശരി എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ സമ്പന്നൻ്റെ വീട്ടിൽ ചെന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. നാരദ മഹർഷി വരുമെന്ന് പറഞ്ഞു അത്ര. അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടിട്ട്, അതെയോ ഗുരുവായൂരപ്പന് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഓർമ്മ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു സൂചി എടുത്തിട്ട് അതിൻ്റെ ഓട്ടയിൽ കൂടെ ആനയെ കടത്താമെന്ന് ചോദിച്ചു. കഷ്ടം, ഭഗവാൻ പോലും ഇതറിയില്ലേ, സൂചിയുടെ ഓട്ടയിൽ കൂടെ എങ്ങനെയാണ് ആനയെ കടത്തുക, ഇത് ഭഗവാൻ വിചാരിച്ചാൽ പോലും നടക്കണ കാര്യമില്ല. ശരി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി നടന്നു, ചെരുപ്പൂത്തിനടുത്ത് വന്നു. ചെരുപ്പൂത്തിനടുത്ത് ചെന്നു, ഇതേമാതിരി ചെരുപ്പൂത്തിനടുത്ത് പറഞ്ഞു, ഞാൻ ഭഗവാനെ കണ്ടിട്ട് വരിക. അതെയോ ഭഗവാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഭഗവാൻ സൂചിയുടെ ഓട്ടയിൽ കൂടെ ആനയെ കടത്താൻ നോക്കുകയാണെന്ന് പറഞ്ഞു. കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്താ സാധിക്കാത്തത്, ഒരു ചെറിയ തരി പോലുള്ള വിത്തിൻ്റെ ഉള്ളിൽ ആൽമരത്തിനെ ഒളിപ്പിച്ചവനല്ലേ പറഞ്ഞിട്ട് കരഞ്ഞു അത്ര. അങ്ങനെ ഭഗവാനെ അറിയാൻ സാധിക്കണം. ഇതാണ് ഇത്തം ഭൂതഗുണോഹരി. സന്തോഷമായല്ലോ അല്ലേ? ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഓടിച്ചു വിട്ടത്. അപ്പോൾ ഭഗവാൻ ഹസ്തിനപുരത്ത് നിന്ന് ദ്വാരകയിലേക്ക് പോകാൻ തയ്യാറായി. ആ ദ്വാരക എന്ന് പറയുമ്പോൾ ക എന്ന ശബ്ദം കൊണ്ട് സൃഷ്ടി, സുഖം എന്നൊക്കെയാണ് അർത്ഥം. ശരീരത്തിൻ്റെ പരമസൗഖ്യം എവിടെയാണോ അത് ദ്വാരക. അതെപ്പോഴാണ് ഉണ്ടാവുക? ഭഗവാൻ അതിൽ വസിക്കുമ്പോൾ മാത്രം. മനസ്സിലായോ? ശരീരത്തിൽ ഭഗവത് ചൈതന്യം ഇരിക്കുമ്പോൾ മാത്രം ദ്വാരക ആയിരിക്കും, അല്ലെങ്കിൽ ക ജലം എന്നും അർത്ഥമുണ്ട്.
അതുകൊണ്ടാണ് കം പർദ്ദയതീതി കവർദ്ധം. ഭഗവാന്റെ ജടയ്ക്ക്, മഹാദേവൻ്റെ ജടയ്ക്ക് പേര് ജലത്താൽ പർദ്ദം, മൂടപ്പെട്ടത്. അറബിയും സംസ്കൃതവും ഒന്നു തന്നെ, മാറ്റമൊന്നുമില്ല. മൂടപ്പെട്ടത്, കവർദ്ധം എന്ന് പേര് വരാനാണ്. കാ ശബ്ദം കൊണ്ട് ബ്രഹ്മാവ്, സുഖം, സൃഷ്ടി, ജലം, അങ്ങനെ അനവധി അർത്ഥങ്ങൾ. ഗംഗ എന്നൊക്കെ അർത്ഥം എടുക്കാം. അപ്പോൾ എന്താണെങ്കിലും ആ അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഉത്തരയുടെ ഗർഭം നശിപ്പിക്കാൻ അശ്വത്ഥാമാവ് ഒരു ബാണം അയച്ചു. ആ പരീക്ഷിത്ത ആ സമയത്ത് ഗർഭസ്ഥനായിരുന്നു. ഉത്തരയാകണ ആ ഉത്തമ ഭൂമിയാണ്. ഉത്തര എന്ന് പറഞ്ഞാൽ ഉത്തമയായിട്ടുള്ള ഭൂമിയിൽ മായയുടെ ആവേശമുണ്ടായാൽ, അശ്വത്ഥാമാവിൻ്റെ ബാണം മായയുടെ ആവേശമാണ്, അതുണ്ടായാൽ ദ്വാരകയുടെ സുഖം അനുഭവിക്കാൻ സാധിക്കില്ല. അതിന് എല്ലാറ്റിലും ഭഗവാനെ കാണുന്ന, സമമായി കാണാൻ സാധിക്കുന്ന സമ്യക്കായിട്ടുള്ള ദർശനം വേണം. എന്ത്? സുദർശനം. അർത്ഥം കിട്ടും. ചുരുക്കിയേ പറയാൻ പറ്റുള്ളൂ, കൂടുതൽ വിസ്തരിക്കാൻ സമയമില്ല. 45 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സുദർശനം കൊണ്ട് തൻ്റെ ആ ഗർഭത്തെ രക്ഷിച്ച ഭഗവാനെ, ഉത്തമയായിട്ടുള്ള എന്താ പറയുക, ഉത്തമ ഭൂമി, ഏത് പ്രദേശത്തും ഏത് നാട്ടിലും മനുഷ്യന് മായാവിചാരം കൂടിക്കഴിഞ്ഞാൽ, മായയുടെ ബാധ കൂടിക്കഴിഞ്ഞാൽ സുഖം അനുഭവിക്കാൻ സാധിക്കില്ല. അവിടെ ജനങ്ങൾക്ക് സമദൃഷ്ടി ഉണ്ടാവണം. അതാണ് സുദർശനം കൊണ്ട് ഉത്തരയുടെ ഗർഭത്തിലുള്ള പരീക്ഷത്തിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞതിൻ്റെ മൂല അർത്ഥം വരുന്നത്. എന്താണെങ്കിലും അതിനുശേഷമാണ് കുന്തിയുടെ സ്തുതി മറ്റു കാര്യങ്ങളൊക്കെ വന്നത്. ആ സ്തുതി കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ വീണ്ടും ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്നു. ആ ദ്വാരകയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഭഗവാന്റെ പുരജനങ്ങളും ബന്ധുക്കളും ഒക്കെ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താ ഭഗവാൻ, ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ തന്നെയല്ലേ താമസിക്കണം, അദ്ദേഹം തിരിച്ചു വരണേന് ഇപ്പോൾ എന്താ ഇത്ര വലിയ കാണിക്കാനുള്ളതെന്ന് ചോദിക്കും. അദ്ദേഹം 18 മാസത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. അശ്വമേധം കഴിപ്പിച്ച് യുധിഷ്ഠിരനെ സാർവഭൗമനാക്കിയിട്ട് അഭിഷേകം ചെയ്ത് ഇരുത്തിയതിന് ശേഷമാണ് ഈ തിരിച്ചുവരവ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ വേണം നമുക്ക് ഭഗവാന്റെ ദ്വാരകാപ്രവേശത്തിനെ മനസ്സിലാക്കാൻ. അതിനുശേഷം ഒരു മിനിറ്റ്, ഭഗവാന്റെ ഈ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കിയിട്ട് ഈ ഭാഗത്ത് പറയുന്നു. അതിന് തുടർച്ചയായിട്ട് അർജുനൻ്റെ തിരിച്ചുവരവാണ് പിന്നീട് വരണം. അർജുനൻ്റെ തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ അർജുനൻ മനസ്സ് തകർന്ന് ഇത് കണ്ട് തിരിച്ചു വരും. ഭഗവാന്റെ, നമ്മൾ ഭാഗവതം പറയണ, ഭഗവാൻ യോഗശക്തി കൊണ്ട് തൻ്റെ ശരീരത്തെ അപ്രത്യക്ഷമാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സോമനാഥത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ശ്ലോകം അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഭഗവാൻ തൻ്റെ ശരീരത്തിനെ ഉപേക്ഷിച്ച് അർജുനൻ അത് ചെതയിൽ വെച്ച് അഗ്നിക്ക് കൊടുത്ത് പിണ്ടോദക്രിയകളൊക്കെ ചെയ്ത ഒരു സ്ഥലമുണ്ട് ഭഗവാന്റെ യഥാർത്ഥ സമാധി സ്ഥാനം. അത് അസ്ത്രം കൊണ്ടേന്നും ഒരു 3.5 കിലോമീറ്റർ മാറിയിട്ടാണ്. ബലഭദ്രൻ ശരീരം വെടിഞ്ഞ ഗുഹയുടെ അടുത്ത് തന്നെയാണ് ഭഗവാൻ ശരീരം വെടിഞ്ഞിരിക്കുന്നത്. ആ ഏട്ടൻ ശരീരം വെടിയണ കണ്ടതിന് ശേഷം അദ്ദേഹം അവിടുന്ന് നടന്നു പോയിട്ടുണ്ട് ഒരു 3.5 കിലോമീറ്റർ. അവിടെ ചെന്നൊരു വൃക്ഷത്തിൻ്റെ താഴെ ഇരുന്ന് ശിവപൂജ ചെയ്തുകൊണ്ട്, തലയ്ക്കലൊരു ശിവലിംഗം ഇപ്പോഴും ഉണ്ട്, 3 ശിവലിംഗങ്ങളുണ്ട് അവിടെ. ആ ശിവലിംഗത്തിൽ അർച്ചന ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരിക്കെ അസ്ത്രം കൊണ്ട് വൈകുന്നേരം ഒരു 6-6:15 സന്ധ്യാസമയത്താണ് അസ്ത്രം കൊള്ളണം. പുലർച്ചെ 2-2:30 മണി വരെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നിട്ടുണ്ട്. ബ്രഹ്മമുഹൂർത്തമായപ്പോൾ ഭഗവാൻ 3 കിലോമീറ്ററോളം നടന്ന് ഈ ഹിരൺ നദിയും സരസ്വതിയൊക്കെ ചേരുന്ന ഒരു ത്രിവേണിയുണ്ട്. ആ ത്രിവേണിയുടെ അവിടെ വന്ന് കുളിച്ച് ശരീരം ശുദ്ധാക്കിയിട്ടാണ് ശരീരം കളഞ്ഞിരിക്കുന്നത്. അപ്പം ഏകദേശം ഒരു 3 മണി സമയമായിരിക്കും. ഇപ്പം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് 3106 BC ഫെബ്രുവരി 23-ാം തീയതി പുലർച്ചെയാണ്. അങ്ങനെയൊക്കെയാണ് കണക്ക് പറയണത്. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു കാര്യമാണ്. ആ ഭഗവാന്റെ വൈകുണ്ഠാരോഹണത്തിന് ശേഷം ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ആ ധർമ്മം നിലനിർത്തിയതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശുഭമഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന്റെ ശരീരം അപ്രത്യക്ഷമായതോടുകൂടി ഭൂമിയിൽ കലിയുഗം തുടങ്ങി. ആ കലിയുടെ വരവിൻ്റെ തീക്ഷ്ണതയിലാണ് പരീക്ഷത്തിൻ്റെ രാജ്യാഭിഷേകം നടക്കുന്നത്. യുധിഷ്ഠിരൻ ഭഗവാന്റെ സ്വധാമഗമനം അറിഞ്ഞ് മനസ്സ് തകർന്ന് പരീക്ഷത്തിനെ രാജാവാക്കി അഭിഷേകം ചെയ്തതിന് ശേഷം പാണ്ഡവന്മാരെയും കൂട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ സതോപാന്തിലെ നമ്മളിപ്പോഴും കാണാം, നമ്മൾ ആ ബദ്രിനാഥിൽ നിന്ന് മാനാപാസ് കഴിഞ്ഞിട്ട് ആ മലയിടുക്കിൽ കൂടെ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ആദ്യം ഓരോ ഘട്ടങ്ങളുണ്ട്. ദ്രൗപദി വീണൊരു സ്ഥലമുണ്ട്, അത് കഴിഞ്ഞ് സഹദേവൻ വീഴുന്ന സ്ഥലമുണ്ട്, നകുലൻ വീഴുന്ന സ്ഥലമുണ്ട്. ഈ നകുലനും സഹദേവനും ദ്രൗപദി വീഴുന്ന കണ്ടോടുകൂട്ട് അർജുൻ ഏകദേശം തീർന്നു. അർജുൻ ഭഗവാൻ പോയതോടെ മുക്കാലും മരിച്ചിരുന്നു. ഇവരുടെ ഈ തീർത്ഥയാത്ര ഭയങ്കര രസമാണ്. ഇവർ തെക്കോട്ട് വന്ന്
ഈ ക്ഷേത്രങ്ങളൊക്കെ ചുറ്റി വീണ്ടും ഗുജറാത്തിൽ വന്നിട്ട് ആ കടൽ മുങ്ങിക്കിടക്കണ ദ്വാരകയെ നോക്കിയിട്ട് നെഞ്ച് തകർന്നിട്ടാണ് അവരവിടുന്ന് മടങ്ങണം. പിന്നെ അവരങ്ങനെ വന്ന് ജോഷിമഠം വഴി ബദരി വഴി അങ്ങനെ കയറിപ്പോവുകയും ചെയ്തു. ഋഷികേശ് കൂടെയൊക്കെയാണ് പോയത്. അങ്ങനെ നമ്മൾ ഇന്നും വ്യാസൻ്റെ ഗുഹയിൽ നിന്ന് കഴിഞ്ഞാൽ ബദരിയിൽ ആ മഹാത്മാവ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും തൻ്റെ വംശം ആ പർവ്വതത്തിൻ്റെ നടുക്ക് കൂടെ അങ്ങോട്ട് നടന്നങ്ങോട്ട് കടന്നുപോയത്. ശരിക്കും അവിടെ നിന്നാൽ നമുക്കത് അനുഭവത്തിൽ വരും. ആ വ്യാസഗുഹയുടെ പുറത്ത് നിന്ന് അവിടെ ഇരുന്നിട്ടാണ് അത് എഴുതിയത്. അതിൻ്റെ താഴത്തെ ഗുഹയിൽ ഇരുന്ന ഗണപതി ഭഗവാൻ ഭാരതം എഴുതണത്. അതിൽ വസോർധാര എന്ന് പറയണ വസുധാര എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് സഹദേവൻ ശരീരം വെടിയുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് സഹസ്രധാരം എടുത്ത് നകുലന് ചക്രധാരം എടുത്തെത്തുമ്പോൾ അർജുനൻ ആത്മഹത്യ ചെയ്യും. അർജുനൻ മാത്രമാണ് അതിൽ ശരീരത്തിനെ ഉപേക്ഷിച്ച് കളയുന്നത്. അർജുനൻ വീഴുകയല്ല ചെയ്യണം. ശരി, അർജുനൻ മനസ്സ് അത്രയും തന്നു. ഭീമൻ വീഴുക ചെയ്യും. യുധിഷ്ഠിരനും യമധർമ്മനാകണ ശ്വാനനും നായയും കൂടെ പിന്നെ അവിടെ നിന്നാണ് 7 പടി. ഇന്നും നമുക്ക് മഞ്ഞിൽ 7 പടി കാണാം. സദോബന്ധ ഗ്ലേസിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും കാണാം. അങ്ങനെ ആ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പരീക്ഷത്തിൻ്റെ രാജ്യഭാരം ആരംഭിച്ചിട്ട് ശുഗമഹർഷി പറഞ്ഞു വെക്കണം എന്താ വെച്ചാൽ, പരീക്ഷിത്ത് ഗർഭത്തിൽ തന്നെ പരീക്ഷണത്തെ അതിജീവിച്ചു വന്നവനാണ്. മായയുടെ സ്പർശമാണ് ബ്രഹ്മാസ്ത്രം. ആ മായയുടെ സ്പർശത്തിനെ ഗർഭാവസ്ഥയെ തന്നെ സമ്യക്കായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് സുദർശനം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. പ്രഹ്ലാദൻ്റെ പോലെയാണ്. ഗർഭത്തിൽ തന്നെ ഒരു ഭാഗ്യം കിട്ടി. എന്നാലും അദ്ദേഹത്തിന് ദ്വൈതചിന്ത വിട്ടിട്ടുണ്ടായിരുന്നില്ല. 2 ഞാൻ വേറെ മറ്റേത് വേറെ ഈ ചിന്ത വിട്ടിട്ടുണ്ടായിരുന്നില്ല. തത്വജ്ഞാനം സംഭവിച്ചിരുന്നില്ല. അത് തത്വം ഞാൻ അത് തന്നെ എന്നുള്ളതാണ് തത്വജ്ഞാനം. അത് സംഭവിച്ചില്ല. അതുകൊണ്ട് എന്തുണ്ടായി? അഹം എന്നുള്ള ഭാവം ഉണ്ടായിരുന്നു. ഇത് തീരണം. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് പ്രാണനെ അടക്കുന്ന ക്രിയയാണ് യോഗി ചെയ്യേണ്ടത്. അതിനെ നമ്മൾ പ്രാണന് വേറൊരു പേരാണ് അശ്വം. പ്രാണനെ രോധിച്ചാൽ അശ്വമേധം. അശ്വമേധം ശരിക്കും സിംബോളിക്കാണ്. അത് രേചകം പൂരകം കുംഭകം 3 കൂടെ ചേർന്നാൽ അശ്വം എന്നാ പറയുക. നമ്മൾ അകത്തേക്ക് എടുത്ത പൂരകം, നിർത്തിയ കുംഭകം, പുറത്തേക്ക് വിട്ട രേചകം. നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിയമാനുസൃതമായിട്ട് ചെയ്താൽ അത് പ്രാണായാമമായി. അതന്നെയാണ് അശ്വമേധം. ആ അശ്വമേധം കൊണ്ട് എന്താ നമ്മൾ സാധിക്കുന്നത്? അശ്വത്തിന് വാസന എന്ന് അർത്ഥമുണ്ട്. വാസനയെ കയറഴിച്ച് വിട്ടാൽ അത് കുതിര ഇങ്ങനെ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കും. ആരെങ്കിലും പിടിച്ചു കെട്ടണം. പിടിച്ചു കെട്ടിയ യുദ്ധമുണ്ട്. കെട്ടിയില്ലെങ്കിൽ തിരിച്ചു വന്നെങ്കിൽ ഈ വാസനയെ ബലി കഴിക്കണം. അശ്വത്തിൻ്റെ മേധം ബലി കഴിക്കണം. വാസനയെ ബലി കഴിക്കുമ്പോഴേ മോക്ഷം കിട്ടും. ഇത് വൈദിക മാർഗ്ഗമാണ്. ഇത് 3 എണ്ണം ചെയ്തു പരീക്ഷിത്ത്, എന്നിട്ടും വാസന പോയില്ല. 3 അശ്വമേധം ചെയ്തിട്ടും വാസന അടങ്ങിയില്ല എന്നാണ്. അപ്പോൾ 3ാമത്തെ യാത്രയിലാണ് അദ്ദേഹം വഴിയിൽ കാണുന്നത് ഒരു കാള. ആ കാളയെ വലിയ ഇരുമ്പിൻ്റെ ദണ്ടുകൊണ്ട് ഇരുമ്പിൻ്റെ ക്യാപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരാൾ നിന്ന് തല്ലുന്നു. അടിച്ചടിച്ച് അതിൻ്റെ കാലൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 കാൽ ഓൾറെഡി ഒടിച്ചു കഴിഞ്ഞു. 4ാമത്തെ കാൽ ഒടിക്കാൻ കഷ്ടപ്പെട്ടിട്ട് തല്ലി ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ആ കാള ധർമ്മമാണ്. ആ ധർമ്മത്തിൻ്റെ അടുത്ത് ഒരു വളരെ വിഷണ്ണയായിട്ടുള്ള ഒരു പശു നിൽക്കുന്നുണ്ട്. ഭൂമി. അവർ തമ്മിലുള്ളൊരു സംഭാഷണം വരുന്നുണ്ട്. അതൊക്കെ വിസ്തരിച്ച് പഠിക്കേണ്ടതാണ്. അതിൻ്റെ 4 കാലുകൾ സത്യം 1 കാല്, തപസ് 2ാമത്തെ കാല്, ദയ 3ാമത്തെ കാല്, ശുദ്ധി ശൗചം 4ാമത്തെ കാല്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ട്രൂത്ത്, ഓസ്ട്രിറ്റി, കമ്പാഷൻ, പ്യൂരിറ്റി. ഇതിൽ പ്യൂരിറ്റിയെ തല്ലി പൊട്ടിച്ചു. ശുചിത്വം ഇല്ലല്ലോ. ശുചിത്വം ഇല്ല, ദയയില്ല, തപസ്സും ഇല്ല. കലികാലത്ത് 3 ഉണ്ടാവില്ല. ആകെ നിൽക്കണം ഒറ്റക്കാലിൽ ഇങ്ങനെ തുള്ളി നിൽക്കുകയാണ് ധർമ്മം. സത്യത്തിൽ മാത്രം അതിനെയാണ് അടിച്ച് പൊട്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നിലവിളിക്കുന്നുണ്ട് ധർമ്മം. ഈ ധർമ്മത്തിൻ്റെയും മൂർത്തിയുടെയും മക്കളായിട്ടാണ് നരനും നാരായണനും ജനിച്ചത്, മറക്കരുത്. അപ്പോൾ എത്ര പ്രാധാന്യമുള്ള ഒരു സങ്കല്പമെന്ന് ആലോചിച്ചു നോക്കും. ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണൻ പോയതിന് ശേഷം ഇതായിരുന്നു അത്ര അവസ്ഥ ഭൂമിയിൽ. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇന്ന് ശുചിത്വമില്ല, ബാഹ്യശുദ്ധിയില്ല, ആന്തരിക ശുദ്ധി ഒട്ടുമില്ല. നമ്മുടെ വിചാരം ഞാൻ ചീഞ്ഞ ഭക്ഷണമൊന്നും ഇന്നലത്തെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയും. എന്നാൽ ഫേസ്ബുക്കും വാട്സപ്പും എടുത്തിട്ട് തലയിൽ കൂടെ കണ്ണിൽ കൂടെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, ചെവി കൂടെ. ഇത് വിഷവും എത്രയോ വൃത്തികെട്ട ഭക്ഷണമാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചീഞ്ഞളിഞ്ഞൊരു ഭക്ഷണം നമ്മൾ നാക്കോണ്ട് കഴിക്കില്ല എന്ന് വീമ്പ് പറയും. ദുർഗന്ധം മൂക്കോണ്ട് മണക്കില്ല എന്ന് വീമ്പ് പറയും. ഈ ഫോണിൽ കൂടെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം അതും ഭക്ഷണമാണ്.
എത്ര അളിഞ്ഞു കൊഴുത്ത ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നോൺസെൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വേറൊരു പ്രധാനം, ഔചിത്യം എന്നുള്ളത് ഇല്ലാണ്ടായി ഈ ലോകത്തുനിന്ന്. കോമൺ സെൻസ് ഈസ് അല്ലേ, നോട്ട് കോമൺ എന്ന് പറയാം. ഔചിത്യ വിചാര ചർച്ച എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെയുണ്ട് പഴയ കാലത്ത് ഭാരതത്തിൽ. അതൊക്കെ ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ ഇന്നാളെ ഏതോ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു. എങ്ങനെ പെരുമാറണമെന്ന് ജനിച്ചു വീണ കുട്ടി തൊട്ടിട്ട് 100 വയസ്സുള്ള ആൾക്ക് വരെ ഇന്നറിയാതെ, ഏത് സന്ദർഭത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. ഔചിത്യം നഷ്ടപ്പെട്ടു. അതിന് കാരണം എന്താ? തപസ്സില്ലാണ്ടായി. അതുകൊണ്ടാണ് ദയ എന്ന് പറഞ്ഞത് പിന്നെ ഇല്ലേ ഇല്ല. ഈ സമയത്താണ് പരീക്ഷിത്ത് 3ാമത്തെ ദിഗ്വിജയത്തിനായിട്ട് അവിടേക്ക് എഴുന്നള്ളണം. അദ്ദേഹം കാണും ധർമ്മത്തിൻ്റെ കാലടിച്ചു പിടിക്കാൻ നോക്കൂ. ഇവർ തമ്മിലുള്ള സംഭാഷണം കേട്ടു. ഉടനെ ആ അടിച്ച് ഉപദ്രവിക്കുന്നവനെ പിടിച്ചപ്പോൾ അവൻ കലിയാണ്. അവനാണ് കലി. കലിയുടെ സ്വഭാവമൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ശരിക്ക് നളചരിതമൊക്കെ കാണണമെന്ന് പറയാറുണ്ട്. നളചരിതത്തിൽ 12 വർഷമാണ് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഒരു അടക്കട മുകളിൽ കയറിയിരുന്നത്. നളൻ ദമയന്ത്രിയും ദാമ്പത്യം കണ്ട് ഇങ്ങനെ കലി പിടിച്ച് വേനൽ വരും, മഴ വരും, പലതും ഋതുക്കൾ കടന്നു പോകും. എന്നാലും അവിടെ തന്നെ ഇരിക്കും. അവിടെ ഇരുന്ന പകയാണ്, ഞാൻ നിൻ്റെ ജീവിതം കൊളാക്കും. ദമയന്തി ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും നെഞ്ഞത്തടിക്കും. എനിക്കുണ്ടാവേണ്ട കുട്ടിയായിരുന്നു തൊട്ട് നെഞ്ഞത്തടിച്ചിട്ടാണ് കരഞ്ഞിട്ടാണ് കലി അവിടെ ഇരിക്കുന്നത്. അവസാനമാണ് സന്ധ്യാവന്തരം കഴിഞ്ഞിട്ട് ചിലർ പറയും ശൗചം കഴിഞ്ഞിട്ട് മൂത്രം ഒഴിച്ചതിന് ശേഷമാണെന്ന്. അങ്ങനെയല്ല, സന്ധ്യാവന്തരം കഴിഞ്ഞിട്ട് കാലിൽ കുതികാല് കഴുകാണ്ട കയറിപ്പോണ കാണുമ്പോൾ ഇങ്ങനെ സന്തോഷമുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷം കലിയുടെ. അവിടെ നിന്ന് കലി ആ മരത്തുനിന്ന് ചാടി ഇറങ്ങി പ്രവേശിക്കുന്നതും നളന് ബുദ്ധിഭ്രംശം സംഭവിപ്പിക്കുന്നു. എത്ര ബുദ്ധിമാനെയും ബുദ്ധിഭ്രംശം സംഭവിപ്പിക്കും കലി. ഈ കലി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. കലി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുള്ളതാണ്. കലി സൃഷ്ടിക്കപ്പെട്ടതിനൊക്കെ ഇമ്മീഡിയറ്റായിട്ട് ലയിപ്പിച്ച് കളയണവൻ, നശിപ്പിച്ച് കളയണവൻ കലി. അതാണ് കലി. ആ കലിയെ പരീക്ഷിത്ത് പിടിച്ചു കെട്ടി കൊല്ലാൻ പോകുമ്പോൾ തൻ്റെ മേത്തുള്ള രാജചിഹ്നങ്ങളൊക്കെ, കലിയുഗത്തിനൊരു രാജചിഹ്നങ്ങളുണ്ട്, അതൊക്കെ അവിടെ ഇടും. അഴിച്ചിട്ടിട്ട് സാഷ്ടാംഗം ഇങ്ങോട്ട് നമസ്കരിക്കും. ആശ്രയം ചോദിച്ചവനെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ പരീക്ഷിത്ത് ധർമ്മവിചാരം ചെയ്യും. ഇവനെ കൊല്ലാതിരിക്കാനുള്ളൊരു ന്യായം എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ്, ഇവൻ്റെ കാലത്ത് നാമം ചെല്ലിയാൽ മതി, എളുപ്പം ഭഗവാനിൽ ലയിക്കാൻ പറ്റും. ആ ഒരൊറ്റ ഗുണം കണ്ടിട്ട് കലിയെ കൊല്ലാണ്ട് വിടും. പക്ഷെ കലി ഭയങ്കരനാണ്. കലി ഇത് ഓർത്തു വയ്ക്കും. തനിക്ക് പണി തന്നവർക്കൊക്കെ തിരിച്ചു പണി കൊടുക്കും. പരീക്ഷത്തിനെ ബാധിക്കാനുള്ള അവസരം കാത്തിരുന്നു. കാരണം കലിക്കറിയാം ഇയാൾക്ക് തത്വജ്ഞാനം വന്നിട്ടില്ല, അഹംഭാവമുണ്ട്, ശരീരബോധമുണ്ട്. അങ്ങനെയുള്ളവനെ കലി ബാധിക്കുള്ളൂ, അല്ലാത്തവനെ കലി ബാധിക്കില്ല. അവസരം നോക്കിയിരുന്നു. അങ്ങനെയാണ് പരീക്ഷിത്ത് നായാട്ടിന് ചെല്ലുമ്പോൾ ശമീകൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കണം. വെള്ളം ചോദിക്കും. സാധാരണ ക്ഷമയുടെ മൂർത്തിമദ്ഭാവം, മഹാത്മാവായിട്ടുള്ളൊരു രാജാവ്, സാക്ഷാൽ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട ആൾ. ഇതൊക്കെ ശരിയാണ്. നോക്കൂ, പ്രഹ്ലാദനും ഈ അബദ്ധം പറ്റുന്നുണ്ട്, ധ്രുവനും ഈ അബദ്ധം പറ്റാൻ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മളിനി കേൾക്കും. നമ്മൾക്ക് ഈ നരസിംഹം വന്നവരെയുള്ള പ്രഹ്ലാദനെ അറിയുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ്റെ മടിയിലിരിക്കാനുള്ള വരം കിട്ടിയിട്ടുള്ള ധ്രുവനെ വരെ അറിയുള്ളൂ. ഇതിന് ശേഷം ഇവർക്കൊക്കെ ഈ പ്രശ്നം വരുന്നുണ്ട്. ഭഗവാനെ കണ്ടാൽ പോലും കാര്യമില്ല എന്ന്. ബ്രഹ്മബോധം സ്വായത്തമാക്കാത്തിടത്തോളം ഭഗവാന്റെ ദർശനം കിട്ടിയാൽ പോലും ആ നേരത്ത് കിട്ടിയെന്നല്ലാണ്ട് അതിനെ ക്യാരി ഓവർ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഗുരുവായൂരപ്പ രക്ഷപ്പെടില്ല. അതൊരു സംശയമില്ല. ഭഗവാൻ പോലും നിസ്സഹായനാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ കലി കറക്റ്റ് ആ സമയത്ത് അദ്ദേഹത്തിനെ ബാധിക്കുന്നു. കോപം വരും. ആ പരിസര പ്രദേശത്ത് കലി തന്നെ മായാരൂപിയായിട്ടുള്ള ചത്ത സർപ്പമായിട്ട് കിടക്കുന്നുണ്ട്. ആ ചത്ത സർപ്പത്തിനെ എടുത്തിട്ട് ശമീകൻ്റെ കഴുത്തിലൊരാഭരണം വരും. എന്നാൽ നിങ്ങൾക്ക് ഇതിരിക്കട്ടെ, എൻ്റെ വക മാല എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്ത് പരീക്ഷിത്ത് അവിടുന്ന് പോകുന്നു. വെള്ളം കോരാൻ പോയിട്ടുള്ള മകൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ, കുട്ടി കളിക്കാനോ വെള്ളം കോരാൻ എന്തിനോ പോയിട്ടില്ല, അവന് 7 വയസ്സേ ഉള്ളൂ. ഈ 8 വയസ്സുള്ള ബാലശാപം കൂടിയാണ്, വെറും ബ്രാഹ്മണശാപമല്ല. ഈ കുട്ടി തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ആരോട്ടിരിക്കണം, അച്ഛൻ അറിഞ്ഞിട്ടുമില്ല. കണ്ട് ഭയങ്കര ദേഷ്യം വന്നിട്ടാണ് ശപിക്കണം. ഇത് ചെയ്തവൻ ആരായാലും ഇന്നേക്ക് 7ാമത്തെ ദിവസം തക്ഷകൻ എന്നുള്ള ഉഗ്ര സർപ്പം കടിച്ച് മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ LKG പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷന് പറഞ്ഞ് സമ്മാനം മേടിച്ച കഥ ഇതാ. അന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഭാഗവതം പറയുന്നു, അച്ഛൻ പഠിപ്പിച്ച്. അപ്പം ഈ തക്ഷകൻ്റെ ശാപം ഫലിക്കും എന്നുള്ള വിവരം പരീക്ഷിത്ത് ചാരന്മാർ വഴി അറിയണം. അതേസമയം ഇവിടെ ശമീക മഹർഷി ആകട്ടെ തൻ്റെ മകനെ അദ്ദേഹം ഉണർന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ അദ്ദേഹത്തെ ശപിച്ചത് ശരിയായില്ല,
എന്നിട്ട് ഭഗവാനോട് തൻ്റെ മകന് വേണ്ടിയിട്ട് ക്ഷമാപ്രാർത്ഥന ചെയ്യണം. പരീക്ഷത്തിനെ അവൻ അറിവില്ലാത്തതുകൊണ്ട് ശപിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ശപിക്കുകയാണ്. വാസ്തവത്തിൽ ഭാഗവത കഥ ഈ കുട്ടികളിൽ കൂടെയാണ് പോണത്. ശമീകൻ്റെ പുത്രനില്ലായിരുന്നെങ്കിൽ ഭാഗവതം ഇല്ല. അവൻ ശപിച്ചോണ്ടല്ലേ ഭാഗവതം നമുക്ക് കിട്ടുന്നത്. ഇല്ലെങ്കിൽ കിട്ടുമോ? കിട്ടില്ല. പിന്നെയും കുട്ടികൾ വരുന്നു, പ്രഹ്ലാദം വരുന്നു, ധ്രുവം വരുന്നു, അല്ലേ? ഇവരൊക്കെ എത്ര ഭഗവാന്റെ തന്നെ ബാലരൂപം വെച്ചിട്ടാണ് പിന്നെ കളി. കുട്ടികളിൽ കൂടെയാണ് ഭാഗവതം പോകുന്നത്. കഥ പറയണ ശുഗനും കുട്ടിയാണ്, സനകാദികളും കുട്ടികളാണ്. അവരുടെ ശാപം കൊണ്ടല്ലേ ഈ മഹത്തായിട്ടുള്ള 3 അവതാരം ഭഗവാൻ എടുക്കാനിടയത്. നരസിംഹമാണെങ്കിലും ശ്രീരാമനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും വലിയൊരളവോളം അവരുടെ ശാപങ്ങൾ കാരണമാണ്. ഇപ്പം കുട്ടികളുടെ കഥകളും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ ഒഴുക്ക്. ഈ പരീക്ഷത്തിൻ്റെ കഥ ശാപം വരെ ഞാൻ പറഞ്ഞു നിർത്തുള്ളൂ. കാരണം ആചാര്യൻ അവിടുന്ന് അങ്ങോട്ട് ശുഗമഹർഷിയുടെ വരവ് സംസാരിക്കുന്നേ ഉള്ളൂ, പറഞ്ഞിട്ടില്ല. ബ്രഹ്മജിജ്ഞാസയുള്ള വ്യക്തിയുടെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് അവനവനിലും മറ്റുള്ളവരിലും ഭഗവാനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യം ചെയ്യേണ്ട പണി. നമ്മൾ ഗൃഹസ്ഥർക്ക് ഒരു സ്ഥലത്ത് ഒരു മൂലയ്ക്ക് പോയി ഇരുന്ന് ധ്യാനിക്കാനൊന്നും സമയം കിട്ടില്ല, നടക്കില്ല. ഇന്നത്തെ കാലത്ത് ഇന്ന് രാവിലെ ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ മാതിരി ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് സമയമില്ല, ആർക്കും സമയമില്ല, സമയമേ ഇല്ല. സമയത്തിൻ്റെ യാതൊരു ബോധവും നമുക്കില്ല. നേമി നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു, അല്ലേ? നേമി കാലചക്രം വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. അപ്പോൾ പിന്നെ ചെയ്യാവുന്ന എളുപ്പമാർഗം എന്താ? രാവിലെ എണീച്ച് രാത്രി കിടന്നുറങ്ങുന്നവർ നമ്മൾ എന്തൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നു, എന്തൊക്കെ പ്രവൃത്തികളിൽ ഏർപ്പെടണോ, ആരെയൊക്കെ കാണണോ, ശത്രുവാവട്ടെ മിത്രാവട്ടെ ബന്ധുവാവട്ടെ ആരോ ആവട്ടെ, കളീഗ്സ് ആവട്ടെ ആരാവട്ടെ, എല്ലാറ്റിലും ഭഗവാനെ കാണാൻ പരിശീലിക്കുക. സകലത്തിലും കാണാൻ പരിശീലിച്ചാൽ ഇത്തം ഭൂതഗുണോഹരി എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് ശരിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരീക്ഷിത്ത് അനുഭവിച്ച പരീക്ഷണം നമ്മൾ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? സമ്യക്കായിട്ടുള്ള ദർശനം, സുദർശനത്തിനെ സ്വായത്താക്കുക. സുദർശനം വെച്ചാൽ എല്ലാറ്റിലും ഭഗവാനെ കാണാൻ പഠിക്കുക. നല്ലതും ചീത്തയും ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കൽ സെൻസിൽ കണ്ടാൽ മതി. പാമ്പാകണ ബ്രഹ്മത്തിനെ വടിയാകണ ബ്രഹ്മം കൊണ്ട് നമ്മളാകണ ബ്രഹ്മം തല്ലിക്കൊല്ലണമെങ്കിൽ തല്ലിക്കൊല്ലാൻ, ആട്ടി ഓടിക്കണേ ആട്ടി ഓടിക്കാം. ദാറ്റ് ഈസ് അപ് ടു അസ്. ഈ വിധത്തിൽ ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കണ ഒരു മനസ്സ്, അതിനെ ബ്രഹ്മം എന്ന് വിളിക്കേണ്ട. നിങ്ങൾ നാരായണൻ എന്ന് വിളിച്ചോ, ശിവൻ എന്ന് വിളിച്ചോ, ദേവി എന്ന് വിളിച്ചോ, ശാസ്താവ് എന്ന് വിളിച്ചോ, ഇഷ്ടമുള്ള എന്ത് വിളിച്ചോ, അതൊന്നും വിഷയമല്ല. ഉറപ്പിച്ച് നിർത്തിയാൽ മതി. ഒരു ദിവസത്തെ നല്ലതും ചീത്തയും അപമാനവും ദുഃഖവും സന്തോഷവും എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ നമ്മുടെ സകല പ്രവർത്തികൾ. സോഫ്റ്റ്വെയർ ഉണ്ടാക്കണോ, ആ സോഫ്റ്റ്വെയർ ഭഗവാനായിട്ട് ഉണ്ടാക്കും. നിങ്ങളൊരു ചായ ഉണ്ടാക്കണോ, ആ ചായ ഭഗവാനായിട്ട് ഉണ്ടാക്കും. പിന്നെ ആരോടും നമുക്ക് വെറുപ്പ് തോന്നില്ല. അടുക്കളയിലെ ജോലിയാണെങ്കിൽ ഓഫീസിലെ ജോലിയാണെങ്കിൽ ബേർഡനാവില്ല. പോകെ 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 നമ്മുടെ ഈ ശരീരം ഭഗവാനുള്ള ഉപകരണമാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളൊക്കെ ഭഗവാന്റെ ആയുധങ്ങളായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഉപകരണമായിട്ട് മാറുകയാണ്. ഉപകരണത്തിന് തൻ്റേതായിട്ടുള്ള പ്രത്യേക മഹിമയൊന്നുമില്ല. സ്പൂണ് പറയുമോ ഞാൻ കലങ്ങിയത് കൊണ്ടാണ് ചായ നന്നായതെന്ന്? ഇല്ല. നമുക്കും അത്രയേ ഉള്ളൂ, നമ്മുടെ റെലവൻസും അത്രയേ ഉള്ളൂ. ഭഗവാൻ അതെടുത്ത് കലക്കുമ്പോഴാണ് അതിൻ്റെ ഭഗവാൻ ഉപയോഗിച്ച സ്പൂണായിട്ട് മാറണം. നമ്മൾ പറയില്ലേ, എൻ്റെ അച്ഛൻ ഉപയോഗിച്ച കണ്ണടയാണ്, എൻ്റെ മുത്തച്ഛൻ ഉപയോഗിച്ച ചെരുപ്പാണ്, അല്ലേ? എന്തൊക്കെ എടുത്തു വയ്ക്കുന്നു. ഭഗവാൻ ഉപയോഗിച്ചതാവാൻ മാത്രം ആർക്കും വയ്യ. അതായാൽ ജീവിതം സാർത്ഥകമായി. ഗാർഹസ്ഥ്യമാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ള ഭാവം. ആ ഭാവത്തിനെ മറികടക്കാനുള്ള വിദ്യയാണ് വാസ്തവത്തിൽ. പുറമേ സന്യാസത്തിനെയാണ് പറയണമെങ്കിൽ ഭാഗവതത്തിൽ ആന്തരികമായിട്ട് ഒഴുക്ക് മുഴുവൻ നമ്മൾ ഗൃഹസ്ഥർക്കുള്ള വസ്തുക്കളാണ്. പരീക്ഷിത്ത് ഗൃഹസ്ഥനാണ്, മറക്കാൻ പാടില്ല. ആ പരീക്ഷത്തിനെ ഏത് വിധത്തിലാണ് 7 ദിവസം കൊണ്ട് പരീക്ഷിത്ത് ഓൾറെഡി ആ ത്രഷോൾഡിൽ എത്തിയിട്ടുണ്ട്. ശരീരബോധം വിട്ടിട്ടില്ല എന്നുള്ളൊരൊറ്റ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ത്രഷോൾഡിൽ എത്തിയിട്ടുള്ള പരീക്ഷത്തിനെ മറുകര അങ്ങോട്ട് കടത്തി കൊടുക്കണം. അതിനാ 7 ദിവസം കൊണ്ട് ശുഗമഹർഷി വൈകാതെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും ഈ കഥ മുഴുവൻ. വാസ്തവത്തിൽ രാവിലത്തെ പ്രഭാഷണം കൊണ്ടും ഇപ്പോഴത്തെ പ്രഭാഷണം കൊണ്ടും ആ പ്രല്യൂഡ്, അതിൻ്റെ മുഖപുര മുഴുവൻ കഴിഞ്ഞു. ഇന്നലെ ഞാൻ ഭാഗവത മാഹാത്മ്യം പറഞ്ഞപ്പോൾ സമാധി ഭാഷയെക്കുറിച്ച് പറഞ്ഞു. എന്താ സമാധി ഭാഷ എന്നും പറഞ്ഞു. സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ അർത്ഥം നമ്മൾ തേടുന്നത് പോലെ തന്നെയാണ് സമാധിയിൽ കാണുന്ന കാര്യങ്ങൾ. ഇതൊക്കെ സമാധിയിൽ കണ്ട കാര്യങ്ങൾ. സമാധിയിൽ കാണുമ്പോൾ വെച്ചാൽ സമയത്തിനൊന്നും പ്രത്യേകതയില്ല.
വരാൻ പോണ കാലമല്ലേ, ഓ ഇതിന് മുന്നേ അല്ലേ ഈ കഥ നടന്നത്, ഈ കഥയ്ക്ക് ശേഷമല്ലേ ആ കഥാപാത്രം വന്നത് എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് ഇത് കൂടിയും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും ഭാഗവതത്തിൽ സന്ദർഭത്തിനനുസരിച്ച്. ശരിക്കും ഭാഗവതത്തിലെ ഓരോ ഘടകവും എടുത്ത് അന്യോന്യം ബന്ധിപ്പിച്ച് കൊണ്ടുവരുന്നത് മാത്രം തന്നെ ഒരു പ്രഭാഷണ വിഷയമാണ്. വൃത്രൻ്റെ കഥ, വിശ്വരൂപൻ്റെ കഥ, നാരായണ കവചം, വിശ്വരൂപൻ്റെ വധം, എന്താ പറയുക, അതിനുശേഷം ഈ വൃത്രകഥ വരണു, വൃത്രകഥ വന്നു കഴിഞ്ഞാൽ നരസിംഹത്തിൻ്റെ വരണം. ഇതൊക്കെ ഇങ്ങനെ വരണതിനൊക്കെ കാരണമുണ്ട്. ആ കാരണങ്ങൾക്കൊക്കെയുള്ള കീയാണ് ഇവിടെ പരീക്ഷത്തിൻ്റെ മനസ്സിൻ്റെ തട്ടുകളെ മനസ്സിലാക്കിയിട്ട് പരീക്ഷത്തിൻ്റെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പഠനം നടത്തിയിട്ടാണ് വ്യാസമഹർഷി അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഗൃഹസ്ഥനായിട്ടുള്ളൊരു രാജാവ് തൻ്റെതായിട്ടുള്ള എഫർട്ട് ഇട്ടുണ്ട്, അദ്ദേഹത്തിന് കുലമഹിമയുണ്ട്, ധർമ്മത്തിന് ഉറച്ച മനസ്സുണ്ട്. പക്ഷേ കലിയുടെ ഒരു ചെറിയ പരീക്ഷണത്തിന് വശംവദനാകാൻ മാത്രം കുഴപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയാനകമായിട്ടുള്ളൊരു അന്ത്യം അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നൊരവസ്ഥയിൽ എത്തിച്ച് നിർത്തിയിട്ടാണ് ടൈറ്റിൽസ് എഴുതി കാണിക്കുന്നത്. ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു സിനിമയാണെങ്കിൽ മെയിൻ ടൈറ്റിൽ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. ഇനി 12 മണിക്ക് ശേഷം വീണ്ടും. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം.